യൂറോപ്പിലും അമേരിക്കയിലും റൈറ്റിലോട്ടുള്ളൊരു മാറ്റം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ട്. അത് ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിലും അയർലൻഡ് നോക്കുകയാണെങ്കിലും കാനഡയിലും UK ഒക്കെ അതിന്ന് വിസിബിളാണ്, പ്രത്യേകിച്ചും ഇന്ത്യക്കാരോട്. ട്രംപിൻ്റെ കേസിൽ ട്രംപ് ഇന്ത്യയോട് മാത്രമല്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള നെയ്ബറിങ് കൺട്രീസാണ് മെക്സിക്കോയും കാനഡയും. എല്ലാവരോടും ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അമേരിക്ക തന്നെ ഏറ്റവും പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ രണ്ട് രീതിയിൽ രാഷ്ട്രത്തെ ലീഡ് ചെയ്യാം. ഒന്ന് ആദർശങ്ങളുടെ പേരിൽ ലീഡ് ചെയ്യാം, മറ്റൊന്ന് ഒരു ബിസിനസ് പ്രസ്ഥാനം എന്ന പോലെ ലീഡ് ചെയ്യാം. ഹീസ് എ ബിസിനസ് മാൻ. അപ്പം കറക്റ്റ് ടഫ് നെഗോഷിയേഷനും ആ കാര്യങ്ങളൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ, മലയാളി എന്നുള്ള നിലയിൽ ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നുള്ള മലയാളികൾക്കാണ്. കാരണം ഇവിടെ നിന്നുള്ള സാധനങ്ങൾ ഏറ്റവും അധികം വാങ്ങി ഉപയോഗിക്കുന്നത് ഇവിടെ നിന്നുള്ള മലയാളികൾക്കാണ്. അപ്പോൾ അവർക്കിനി സാധനങ്ങളുടെ വില കൂടും, ഇവിടുത്തെ കർഷകരെ അത് ബാധിക്കും. അവിടെയുള്ള നമ്മളൊക്കെയാണ് അവിടെ നമ്മുടെ കറി മസാലയും അരിയും ഒക്കെ തിരക്കി പോകുന്നത്. അവർക്കത് വലുതായിട്ട് ഇമ്പാക്റ്റ് ചെയ്യത്തില്ല. ഒരു പക്ഷേ തുണികളുടെ കാര്യത്തിലും മുട്ടയുടെ കാര്യത്തിലും ഒക്കെ ഇമ്പാക്റ്റ് ചെയ്തേക്കും. പക്ഷെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയിലും മറ്റു പല കാര്യങ്ങളിലും നമ്മളെ കൂടിയാണ് അത് ബാധിക്കാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കാർ എന്നുള്ളതിനോട് ഒരു കാഴ്ചപ്പാട് അമേരിക്കയിൽ മാറി വരുന്നതായിട്ട് അവിടെ ജീവിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇന്ത്യക്കാരുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടത്തുന്ന രാജ്യം അമേരിക്കയാണ്. യൂറോപ്യൻ യൂണിയനും ഒക്കെ രണ്ടാമതേ വരും. ഇന്ത്യയിലോട്ട് ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇങ്ങനെ ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ഒരു H-1B വിസ, വർക്ക് വിസ ഏറ്റവും കൂടുതൽ അവിടെ ഉള്ള ഒരു ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം ഇന്ത്യക്കാരാണ്. മറ്റെല്ലാ രാജ്യങ്ങളെ കൂടി എടുത്താലും അതിൽ കൂടുതൽ ഇന്ത്യക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു തോന്നലായിട്ടുണ്ട്, ഇന്ത്യ നമ്മളെ യൂസ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ഇക്കോണമിയായിട്ട് വളർന്നു വരുന്നു കൂടി ചെയ്യുന്നുണ്ട്. ഇവർ നമ്മളെ യൂസ് ചെയ്യുന്നുണ്ടോ, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ധാരണ അവിടെയുള്ള പലരും സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യക്കാരെ പറ്റി. മാത്രമല്ല നമ്മൾ വളരെ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുമൊക്കെ ഇന്ത്യക്കാർ പൊതുവേ വളരെ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ, അവിടെ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അതിൽ കൂടിയ വിഭാഗവും നേഴ്സ് ആയിരിക്കും, ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് നല്ല ബിസിനസ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. അപ്പോൾ അവിടുത്തെ വലിയൊരു എക്കണോമിക് പവറായിട്ട് ഇന്ത്യക്കാർ അവിടെ മാറുന്നുണ്ട്. അതിനെപ്പറ്റിയും ആശങ്കകളുണ്ട്. വീടുകളൊക്കെ മേടിക്കുന്ന സമയത്തും മറ്റ് ബിസിനസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ്റെ സമയത്തുമൊക്കെ ഇന്ത്യക്കാർക്ക് വലിയൊരു മേൽക്കോയ്മ വന്നിട്ടുണ്ട്. അപ്പം അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ് എന്നുള്ളൊരു ധാരണ അവിടെയുള്ളവർക്കുണ്ട്.